Hi, I am Shabab Karimbenikal, a fellow Chartered Accountant and a teaching faculty for the last 12 years. You title in this video, I am going to discuss 5 mistakes in my CA journey. I actually started my CA journey in 2011. അപ്പോൾ ഈ ഒരു വലിയ 5 years long ജേർണിയിൽ എനിക്ക് സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ചില മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു CA ഓർ ഇഫ് യു ആർ എ CA സ്റ്റുഡൻറ്റ്, ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ടു യു. ആൻഡ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ CA സ്റ്റുഡൻസും നിർബന്ധമായിട്ടും അവർക്ക് അവരുടെ CA ജേർണിയിൽ സംഭവിച്ച മിസ്റ്റേക്സുകൾ കമൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ആസ്പെക്ട്സുകൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ദ ഫ്യൂച്ചർ സ്റ്റുഡൻസ് ടു കം. സ്റ്റാർട്ടിങ് ലേറ്റ്. ഞാൻ 12th കഴിയുമ്പോഴും ആക്ച്വലി CA ചെയ്യാനുള്ള ഒരു പ്ലാനും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ദെൻ ഐ വെൻറ്റ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി CAനെ കുറിച്ച് ഞാൻ അറിയുന്നതും അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആവുന്നതും ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും. ആ ഇയറിൽ തന്നെ ഞാൻ ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്തു. ബട്ട് ഞാൻ വീണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 2 years പെയർ ചെയ്തിട്ടാണ് പിന്നീട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആക്ച്വലി ഇൻ്ററിലോട്ട് വന്നത്. സോ വാട്ട് ഐ സജസ്റ്റ് ഈസ്, ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു CA, നിങ്ങൾക്ക് +2 ശേഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CAയിലോട്ട് വരാം. അപ്പോൾ ഡിഗ്രിയിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങളൊരു 3 years അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കീം പ്രകാരമൊക്കെയാണ് ഈ 4 years വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റൊരു കോഴ്സിൽ സ്പെയർ ചെയ്യാണ്. ആ ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് CAയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിലേയിങ് ITT ആൻഡ് ഓറിയൻറ്റേഷൻ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇൻ്ററിൻ്റെ കൂടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 പ്രോഗ്രാംസാണ് ITTയും അതുപോലെ തന്നെ ഓറിയൻറ്റേഷനും. പലരുടെയും ഒരു തെറ്റിദ്ധാരണ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ്ലി പാസ്സായതിന് ശേഷമാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാണ്. ബട്ട് ആക്ച്വലി നിങ്ങൾ ഇൻ്ററിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർ എക്സാം കഴിഞ്ഞാൽ റിസൾട്ടിന് മുമ്പ് ഒരു 1.5 months നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൽ തന്നെ നിങ്ങൾ ആക്ച്വലി ഈ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ബിക്കോസ് റിസൾട്ടിൽ നമ്മൾ പാസ്സാവുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾഷിപ്പിലോട്ട് പോവാം. ബട്ട് വെൻ ഐ ഡിഡ് മൈ ഇൻ്റർമീഡിയറ്റ്, ഞാൻ ആക്ച്വലി ഇൻ്റർമീഡിയറ്റിൻ്റെ 2 ഗ്രൂപ്പുകളും ഞാൻ പാസ്സായതിന് ശേഷവും ഞാൻ ഈ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ കുഡിൻ ജോയിൻ ഫോർ ആർട്ടിക്കിൾഷിപ്പ്. ആ ഒരു റീസൺ കാരണം കൊണ്ട് തന്നെ മൈ ആർട്ടിക്കിൾഷിപ്പ് ഗോട്ട് ഡിലേഡ് ബൈ 3 months. നിങ്ങൾക്കറിയാം, ടൈം സേവ്ഡ് ഈസ് മണി ഏൺഡ്. അപ്പോൾ ഇൻ്ററിൻ്റെ കൂടെ തന്നെ ഇൻ്ററിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ തന്നെ മാക്സിമം നിങ്ങൾ ITTയും ഓറിയൻറ്റേഷനും ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ഇഫ് എക്സാം നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആ ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് ഈസ് ഫോർ ഫൈനൽ പ്രിപ്പറേഷൻ ആൾസോ. നമ്മുടെ എല്ലാവരും ഒരു ധാരണ ഉണ്ട്, ഇൻ്ററിൻ്റെ 2 ഗ്രൂപ്പുകളൊക്കെ പാസ്സായതിന് ശേഷം ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു സെലിബ്രേഷൻ ടൈമാണ് അല്ലെങ്കിൽ ഒരു റെസ്റ്റ് പീരീഡാണ്. പിന്നെ പലർക്കും ഓഫീസിൽ തന്നെ അത്യാവശ്യത്തിലധികം നല്ല പ്രഷറും വർക്ക്സും അതുപോലെ തന്നെ അവിടെ തന്നെ കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പീരീഡിൽ പലരും ചെയ്തു പോകുന്നൊരു മിസ്റ്റേക്ക് ആണ് എനിക്കും സംഭവിച്ചത്. ആ ഒരു 2-3 years നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് ഹോളിക്കായിരുന്നു, അല്ലെങ്കിൽ ഓഫീസിലെ വർക്ക്സും ആ ഒരു ഓഫീസ് ലൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കംപ്ലീറ്റ്ലി നമ്മൾ അക്കാഡമിക്സിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് സംഭവിച്ചു പോയി. ബട്ട് ഇൻ യുവർ പ്രിപ്പറേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ടിക്കിൾഷിപ്പിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പ്സും നിങ്ങൾ പാസ്സാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനലിൽ രജിസ്റ്റർ ചെയ്യാം. ഫൈനലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലിൻ്റെ ബുക്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ യു ഹാവ് SPOM 4 papers. ആ 4 പേപ്പറും നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ റെസ്റ്റ് ഓഫ് ദ പീരീഡ്, ആർട്ടിക്കിൾഷിപ്പ് പീരീഡ് തന്നെ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ ഫൈനലിലും മറ്റൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് റെക്കോർഡർ ക്ലാസ്സും അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സും ഒക്കെ ആയിട്ട് ഫ്രീ ടൈമിൽ ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിട്ട് ഒരു 6 months ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൈനൽ പ്രിപ്പറേഷൻ ഒരു 2-3 സബ്ജക്ട്സ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് അഡ്വാൻറ്റേജ് ഇൻ യുവർ ഫൈനൽ പ്രിപ്പറേഷൻ. നോട്ട് ചൂസിങ് ദ ബെസ്റ്റ് ക്ലാസ്സസ്. ഇൻ മൈ ഫൈനൽ പ്രിപ്പറേഷൻ ഐ ആക്ച്വലി ഡിഡ്ന്റ് ചൂസ് എനി ക്ലാസ്സസ്. ഞാൻ സെൽഫായിട്ടായിരുന്നു ഫൈനലിൽ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാവിങ് എ പ്ലാൻ. ഓരോ സബ്ജക്ട്സും എങ്ങനെ പഠിക്കണം, ഏത് ഏരിയ സ്ട്രെസ് ചെയ്യണം, ആ ഒരു പ്ലാനൊന്നും ഇല്ലാതെ പഠിച്ചതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി എനിക്ക് ഫൈനലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ്ററിൽ ഞാൻ ക്ലാസ് ചൂസ് ചെയ്തപ്പോഴും പല സബ്ജക്റ്റുകളിലും എനിക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഇഷ്യൂസ് ഒന്നും ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ യൂട്യൂബിലും മറ്റൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ Xylemത്തിൻ്റെ ക്ലാസ്സുകളുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഡെമോ ക്ലാസ്സും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ ഒക്കെ എല്ലാ സബ്ജക്ട്സിൻ്റെയും മോർ ദാൻ 50 hours ഒക്കെ ഉള്ള സെഷൻസൊക്കെ യൂട്യൂബിലൊക്കെ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയുടെ ഡെപ്തും ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിലുണ്ട്. ബട്ട് ഐ വാസ് നോട്ട് ഹാവിങ് സച്ച് കൈൻഡ് ഓഫ് ആൻ ഓപ്ഷൻ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അത് എൻ്റെ പ്രിപ്പറേഷനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഏത് ലെവൽ ഓഫ് CA ആണെങ്കിലും ക്ലാസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം,
വൈകേണ്ട കാര്യം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷറീസ് ഇൻഫ്രാസ്ട്രക്ചറോ ഇതൊന്നും നോക്കിയിട്ടല്ല നിങ്ങൾ ആക്ച്വലി ക്ലാസ് ചൂസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റഡ് ആ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലെക്ചറേഴ്സിൻ്റെ ക്ലാസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കൺസെപ്ച്വൽ ഡെപ്ത്നെസ്, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കണം ആക്ച്വലി നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യേണ്ടത്. നല്ല ക്ലാസ്സുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ടും അതുപോലെ തന്നെ നല്ല പ്രിപ്പറേഷനും റിവാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. റിമെമ്പർ ദാറ്റ്, ലാക്ക് ഓഫ് റെഗുലർ സ്റ്റഡി. ഇത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് എനിക്ക് ഇൻ്റർമീഡിയറ്റിലും CPT അഥവാ ഫൗണ്ടേഷനിലാണ് സംഭവിച്ചത്. കാരണം ഞാൻ എപ്പോഴും ഇൻ്ററും ഫൗണ്ടേഷനൊക്കെ ചെയ്ത സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കാൻ മടിച്ചുകൊണ്ട് ഡെയിലി 2 hours വൺ സൈഡ് ട്രാവൽ ചെയ്തിട്ട് 4 hours ട്രാവലിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നൊരു സമയമായിരുന്നു ഇൻ്ററും ഫൗണ്ടേഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. ഞാൻ ആക്ച്വലി സിവിയർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തത് എൻ്റെ സ്റ്റഡി ലീവിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ റെഗുലറായിട്ട് ഡെയിലി എടുക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിച്ചു പോകുന്നൊരു സിസ്റ്റം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വൺ തിങ് ദാറ്റ് ഐ ക്യാൻ ഷുവർലി ടെൽ യു ഇസ് ദാറ്റ് നിങ്ങൾക്ക് പാസ് ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി ലീവിൽ മാത്രം പഠിച്ചുകൊണ്ടൊന്നും എത്രയും വേഗം സ്മൂത്തായിട്ട് പാസ്സായി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാത് ദിവസങ്ങളിൽ എടുക്കുന്നത് അതാത് ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ Xylemത്തിലൊക്കെ ഇതുപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ വീക്കിലൊക്കെ നിങ്ങൾക്ക് എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സാം വൈസൊക്കെ നിങ്ങൾ ഡെയിലി പഠിച്ചു പോയിട്ട് അതിൽ കിട്ടുന്ന മാർക്സും മറ്റുമൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങളെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ നിന്നുള്ള ഒരു കീ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ റെഗുലർ study is inevitable in your CA preparations. Yes, finally, remember, small mistakes can make big impacts in your preparations. So, analyze yourself, correct it, try to improve, and definitely you can crack.